Welcome to Sister's Kitchen. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു 4 സ്റ്റെപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ഫിഷ് കറി തയ്യാറാക്കാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അടുത്തുള്ള ചെറിയ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നോ ടൈം വേസ്റ്റിംഗ്, വാച്ച് റെസിപ്പി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂരമീൻ ആയതുകൊണ്ട് തന്നെ ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട്. തൊലി കളഞ്ഞെടുക്കണതാണ് നല്ലത്. ഇതേപോലത്തെ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ മാറിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് സൂക്ഷിച്ച് ചേർക്കുക, കൂടുതലാവണ്ട, കാരണം കറിയിലും ചേർക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം, മിനിമം ഒരു 20 മിനിറ്റെങ്കിലും വയ്ക്കണം. എന്നിട്ട് വേണം കറി ഉണ്ടാക്കാൻ. അപ്പോഴാണ് നമുക്ക് മീനിലേക്ക് നന്നായിട്ട് ഈ മസാലയും അതിൻ്റെ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വയ്ക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുടംപുളി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഞാനിവിടെ ഇതുപോലത്തെ 3 കഷ്ണങ്ങളാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരപ്പ് തയ്യാറാക്കലാണ്. അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ചിരവിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 ഉള്ളി വെളുത്തുള്ളി, ഒരു 8-9 ചെറിയ ഉള്ളി. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര സാധനങ്ങൾ ആണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം മിക്സിയിൽ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾ കുടംപുളി അല്ല വാളംപുളിയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള വാളംപുളി ഈ അരപ്പിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇതൊക്കെ ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇനി തേർഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് മീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയുടെ നിറം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് കൂടുതൽ ഇടാം. ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ ചില്ലി പൗഡറാണ്. ലോക്ക്ഡൗൺ ആയ കാരണം കാശ്മീരി ചില്ലി ഒന്നും കിട്ടാനില്ല. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയിൽ കിടന്നിട്ട് അരപ്പൊന്ന് മൂക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുടംപുളിയും അതിട്ട് വെച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല വെള്ളത്തിൽ വേണം കേട്ടോ കുടംപുളി ഇട്ട് വെക്കാൻ, കഴുകിയിട്ട്. പിന്നെ നമുക്ക് ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തോളൂ, കാരണം ആ വെള്ളം ഇച്ചിരി അധികം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇത് കിടന്ന് തിളച്ച്, ഈ അരപ്പ് നല്ലപോലെ കിടന്ന് തിളച്ച് എല്ലാം ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരണം. അപ്പോൾ നമുക്ക് ഏത് തിക്നെസ് ആണോ ഇഷ്ടം, എല്ലാവർക്കും ഒരേ തിക്നെസ്സിൽ മീൻകറി ഇഷ്ടമാണ്. ചിലർക്ക് നല്ല തിക്കായിട്ടുള്ള മീൻകറിയാവും, ചിലർക്ക് കുറച്ച് ലൂസായിട്ടുള്ളതാവും. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള തിക്നെസ് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ ഇത്ര ലൂസായിട്ടാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് ആഡ് ചെയ്യുക. മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം. കുറച്ച് ഉപ്പ് താഴെ നിൽക്കാൻ പാകത്തിന് ആഡ് ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാമല്ലോ. നമുക്കിത് മൂടി വെക്കാം കേട്ടോ. തിള വന്നു കഴിയുമ്പോൾ മൂടി എടുത്ത് മാറ്റാം. ആവശ്യത്തിന് തിക്നെസ് ആയി കഴിയുമ്പോൾ ഫിഷ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഗ്രേവി ആവശ്യത്തിന് തിക്നെസ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫിഷ് പീസസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഫിഷ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഫിഷ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു 8 മിനിറ്റാണ് ഇതുപോലെ വെച്ചത്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു 10 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി സൂപ്പർ സ്പൈസി ഫിഷ് കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.